ബഹുമാന്യരെ, റിപ്പോർട്ട് ചെയ്യാനെത്തിയ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും ഓൾ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ സ്വാഗതം അർപ്പിക്കുന്നു. ഞാൻ SA റഹീം, സ്റ്റേറ്റ് കോർഡിനേഷൻ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ. ഓൾ ഇന്ത്യ വൺ പെൻഷൻ എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര്. ഞങ്ങൾ 7 വർഷമായി സംസ്ഥാനത്താകമാനവും ഇതര സംസ്ഥാനങ്ങളിൽ ഭാഗികമായും പ്രവർത്തിച്ചു വരുന്നു. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ഉദ്യോഗസ്ഥരഹിതരായ മുഴുവൻ പേർക്കും മിനിമം 10,000 രൂപയെങ്കിലും പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ട സംഘടനയാണ് ഓൾ ഇന്ത്യ വൺ പെൻഷൻ. സംഘടന നിരവധി സമരപരിപാടികൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു. ആവശ്യമായ ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ അതിനൊരു അംഗീകാരമോ ഇതുവരെയും ലഭിച്ചിട്ടില്ല. 60 വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കൾ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല. മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്നു, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാതെ വരുന്നു, അവർക്ക് വരുമാനമില്ല. ഈ രാജ്യത്തിൻ്റെ ഈ കാണുന്ന എല്ലാ പുരോഗതിക്കും ഉദ്യോഗസ്ഥരഹിതരായ ആളുകളുടെ അശ്രാമമായ പരിശ്രമം കൊണ്ടാണ് ഇന്ന് ഈ നാം കാണുന്ന ഈ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത്. ഈ ഞാൻ ഉപയോഗിക്കുന്ന മൈക്കായാലും ഈ ഇവിടെ ഇരിക്കുന്ന കസേരയായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന പേനയായാലും ഇതെല്ലാം നിർമ്മിക്കുന്നത് ഉദ്യോഗസ്ഥരഹിതരായ വളരെ വിദ്യാസമ്പന്നരും കഴിവുള്ളവരുമായ മറ്റ് ഇതര അത് 3% സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഉള്ളത്. അവർക്ക് എത്ര പെൻഷനും ഏത് പെൻഷനും ഒക്കെ ആകാം. പക്ഷേ ഇന്ന് ഈ 97% വരുന്ന ആളുകളിൽ ഒരു 16% പേരും 60 വയസ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് 1,200 രൂപ കഴിഞ്ഞ നാളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷന്റെ മുന്നോടിയായി 2,000 രൂപ പെൻഷനായി. ഈ തുക കൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുമോ? ഞങ്ങൾ പറയുന്നത് 10,000 രൂപ പെൻഷൻ അനുവദിച്ചാൽ അടുത്ത മാസം ആകുന്നതിന് മുമ്പ് ഈ 10,000 രൂപയും വിപണിയിൽ ചെലവാക്കപ്പെടുകയും അതുവഴി സർക്കാരിന് 5% മുതൽ 50% വരെ നികുതി വീണ്ടും തിരിച്ചു ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഈ 10,000 രൂപയുടെ പെൻഷൻ സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ക്ഷേമനിധി ബോർഡുകൾ എല്ലാം ഒഴിവാക്കപ്പെടും. ആ ഉദ്യോഗസ്ഥരെ മറ്റു മേഖലകളിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ 70 പരം ബോർഡുകൾ ഇവിടെ ഉണ്ട്, പല പേരിലുള്ള ബോർഡുകൾ. ഇതൊക്കെ നമുക്ക് നിർത്തലാക്കാൻ കഴിയും. അത്രയും ഉദ്യോഗസ്ഥരെ മറ്റു മേഖലകളിലേക്ക് നമുക്ക് ഉപയോഗിക്കാനും ഇതിലെ ചെയർമാനും മറ്റുള്ളവരും ചെലവാക്കി കളയുന്ന സമ്പത്ത് ചുരുക്കുവാനും നമുക്ക് കഴിയും. അപ്പോൾ ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത് 60% വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും, അത് ഉദ്യോഗസ്ഥരഹിതരായ എല്ലാവർക്കും, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും മിനിമം 10,000 രൂപയെങ്കിലും പ്രതിമാസ പെൻഷൻ നൽകണമെന്നും അത് കാലാനുസൃതമായി വർദ്ധിക്കുന്നതനുസരിച്ച് ശതമാനക്കണക്കിന് വർധനവ് ഉണ്ടാകണമെന്നുമാണ് ഈ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്. MLA മാർക്ക് നിവേദനം നൽകി. അത് കഴിഞ്ഞ് സംസ്ഥാന വ്യാപകമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വാഹന പ്രചരണ ജാഥ നടത്തി. രാജ്ഭവൻ മാർച്ച് നടത്തി. പ്രധാനമന്ത്രിക്കും ഗവർണർക്കും ഒക്കെ നിവേദനം സമർപ്പിച്ചു. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ പാർലമെന്റിൽ 180 പരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാർലമെന്റ് മാർച്ച് നടത്തി ആദരണീയനായ പ്രധാനമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സഹായിക്കുവാനും 14 ലക്ഷത്തോളം വരുന്ന ഞങ്ങളുടെ അംഗങ്ങളെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുവാനും, ആരും ഈ പ്രകടന പത്രികയിൽ ഈ ആവശ്യം ഉന്നയിക്കാതിരുന്നാൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അവരെ അറിയിക്കേണ്ട ബാധ്യത ഉണ്ടാകുമെന്നും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ന്യായമായ ഈ ആവശ്യം പരിഹരിക്കുന്നതിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രകടന പത്രികയിൽ ഈ ആവശ്യം ഉന്നയിക്കണം, ഇവിടെ ഉൾപ്പെടുത്തി പ്രകടന പത്രിക പുറത്തിറക്കണം എന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി സമര പരിപാടികൾ ജില്ലാതലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും നടന്നിട്ടുണ്ട്. പുത്രിക്കണ്ടം മൈതാനിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വൻ പ്രകടനവും സമ്മേളനവും നടത്തിയിട്ടുണ്ട്. ഈ വരുന്ന 16, 17 തീയതികളിൽ 16-ാം തീയതി നിരാഹാര സമരം സംസ്ഥാനത്തെ 5 നേതാക്കൾ നിരാഹാര സമരം തുടങ്ങുകയും 17-ാം തീയതി
പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും തിരുവനന്തപുരം ജില്ലയുടെ നേതൃത്വത്തിൽ വൻ ശക്തി പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുമ്പോൾ അത് കൂട്ടധർണയായി മാറുകയും ഈ സംഘടനയുടെയും സമൂഹത്തിലെ ഇതര സംഘടനകളുടെയും സംസ്ഥാന നേതാക്കൾ അവിടെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. ഈ പരിപാടി ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. നിങ്ങളുടെ നിസ്സീമമായ സഹകരണം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണമെന്നും നിങ്ങളുടെ പത്ര റിപ്പോർട്ടും ദൃശ്യമാധ്യമ റിപ്പോർട്ടുകളുമാണ് ഈ പരിപാടി വിജയിക്കേണ്ടതിൻ്റെ ആവശ്യമെന്നും അതുപോലെ തന്നെ ഈ ആവശ്യം സർക്കാർ നടപ്പിലാക്കിയാൽ ഇവിടെ അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ ഇവയൊക്കെ ഇല്ലാതാകും. മാതാപിതാക്കൾ ഇന്ന് മരിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് ജീവിച്ചു മരിക്കുവാനുള്ള ഒരു അവസരം കിട്ടും. 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓട്ടോറിക്ഷയിലായാലും മരുന്ന് കടകളിലായാലും അതുപോലെ തന്നെ അവരുടെ വിനോദ ആവശ്യങ്ങൾക്കായാലും ഒക്കെ ഈ പൈസ ചെലവഴിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ആ 10,000 രൂപയും വിപണിയിൽ ചെലവാക്കപ്പെടുന്നതോടൊപ്പം രാജ്യത്തിന്റെ പുരോഗതിയും അതുപോലെ തന്നെ സാമൂഹികവും സാമ്പത്തികവുമായ ഒരു മാറ്റത്തിന് കേരളം നാന്ദി കുറിക്കാൻ ഇടയാകും. അത്രയും ആശയപരമായ ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ ഇതിന് മുന്നിൽ വയ്ക്കുന്നത്. അപ്പോൾ അത് നടപ്പിലാക്കി കിട്ടുന്നതിന് നിങ്ങൾ ഓരോരുത്തരുടെയും ദൃശ്യമാധ്യമ, പത്രമാധ്യമ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണമാണ് ഞങ്ങൾ ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അതുപോലെ തന്നെ എങ്ങനെ ഈ സമ്പത്ത് കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായാൽ അതിന് ഞങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശമുണ്ട്. ഇന്ന് സർക്കാർ നൽകുന്ന പെൻഷനുകളെല്ലാം ബാങ്കുകളിൽ കുന്നുകൂടുകയാണ്, ഡെഡ് മണിയായിട്ട് അവിടെ കുന്നുകൂടുകയാണ്. പക്ഷേ അവർക്ക് ലക്ഷക്കണക്കിന് 56, 58 വയസ്സിനകത്ത് തന്നെ അമിതമായ സമ്പത്തും കുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസവും അവരെല്ലാവരും ജോലി സമ്പന്നരും ഒക്കെ ആയി കഴിയുമ്പോൾ ഈ സർക്കാർ കൊടുക്കുന്ന പെൻഷൻ 50,000, 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെവിടെയെങ്കിലും ഏതെങ്കിലും ബിൽഡിങ്ങുകൾ വാങ്ങിച്ചിടുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ പൈസ മൊത്തം ഡെഡ് മണിയായിട്ട് പോകുന്നു. പക്ഷേ അമിതമായ ശമ്പളവും അന്യായ പെൻഷനും നിയന്ത്രിക്കണം എന്നൊരു നിർദ്ദേശം കൂടി അതിലൂടെ മാത്രം തന്നെ ഇതിനു വേണ്ടി പണം കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ അനാവശ്യമായ ഒത്തിരി തസ്തികകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ബോർഡുകളും കോർപ്പറേഷനുകളും ഒക്കെ തന്നെ ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ അതിനെയും നമുക്ക് സമ്പത്തായിട്ട് പരിഗണിക്കപ്പെടും. ഇതൊക്കെ കൊണ്ട് കൃത്യമായും ഈ പൈസ കൊടുക്കാൻ നമ്മളുടെ ഇവിടെ സമ്പത്തുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് വ്യത്യാസം. അതിന് എല്ലാവരുടെയും നിങ്ങളുടെയൊക്കെ വാർത്താ മാധ്യമങ്ങളുടെ ശൈലിയിലൂടെയുള്ള നിങ്ങളുടെ എഴുത്തുകൾ കൊണ്ട് ഇതിനൊരു മാറ്റം വരുത്തണം. നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ഉണ്ടാകണം എന്നാണ് പ്രസ്ഥാനത്തിന് വേണ്ടി അറിയിക്കുവാനുള്ളത്. നന്ദി, നമസ്കാരം. ഇതാണ് പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം. ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗമൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.